ഒരു ഭരണകൂടത്തിൻ്റെ മികവും പോരായ്മകളും വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ അത് എത്രമാത്രം മുന്നേറ്റമുണ്ടാക്കി എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല. രാജ്യത്തിൻ്റെ സംസ്കാരത്തോടും സാമൂഹ്യ ക്രമങ്ങളോടും അതിൻ്റെ കലാ സാഹിത്യ സംഗീത മേഖലകളോടും ആ ഭരണകൂടം പുലർത്തുന്ന നിലപാട് എന്താണ് എന്നതുകൂടി മികവിനെ വിലയിരുത്തുമ്പോൾ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. സിനിമാ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ പല അവാർഡ് പ്രഖ്യാപനങ്ങളും പല സെൻസർ ബോർഡ് നിയന്ത്രണങ്ങളും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളതാണെന്ന് കാണാം. കാരണം കലാമൂല്യങ്ങളെക്കാൾ മറ്റ് പരിഗണനകൾ കലാസൃഷ്ടികൾക്ക് അവാർഡ് നൽകുമ്പോൾ സ്വാധീനം ചെലുത്തിയെന്നും അതേപോലെ സിനിമാ കലാ നിയന്ത്രണങ്ങളിൽ സെൻസർ ബോർഡ് അതിൻ്റെ പങ്ക് വളരെ ബാലിശമായാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് അവലാതിയുണ്ട് പലർക്കും. ഈ രീതിയിൽ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും നമ്മുടെ ഭരണകൂടങ്ങൾ ദുർബലമായ രീതിയിൽ ബാലിശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് യാതൊരു തരത്തിലും അവർക്ക് പദവിയിൽ നിലനിൽക്കാനുള്ള ഒരു അർഹതയും നേടിക്കൊടുക്കുകയില്ല. മറിച്ച് അവരുടെ നിലപാടിനെ, അവരുടെ ഭരണകൂട നിയന്ത്രണത്തെ അത് ദുർബലമാക്കുകയുള്ളൂ എന്ന് കാണാം. നമുക്ക് വേണ്ടത് ശക്തമായ ഭരണകൂടങ്ങളാണ്, ഒപ്പം തന്നെ മാനവികതയ്ക്ക് മുൻഗണന നൽകുന്ന ഭരണകൂടങ്ങളും. രാജ്യത്തിൻ്റെ ഭൗതിക വികസനത്തോടൊപ്പം അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളും കലാ സാഹിത്യ സംഗീത മേഖലകളും വിശാല മനസ്കതയോടെ കാണാൻ കഴിയുന്ന ഭരണകൂടങ്ങളാണ് നമുക്ക് ആവശ്യം. ദുർബലമായ ഒരു ഭരണകൂടം ഒരിക്കലും ഒരു രാജ്യത്തിനും അഭികാമ്യമല്ല. പക്ഷേ ഭരണകൂടങ്ങളുടെ ശക്തി തെളിയിക്കപ്പെടേണ്ടത് ഏതെങ്കിലും സാംസ്കാരിക പൈതൃകങ്ങളെ ആക്രമിച്ചുകൊണ്ടല്ല, എല്ലാ സംസ്കാരങ്ങളോടും എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ഒരു രാഷ്ട്രത്തെ തുല്യ മനസ്കരായി കാണാൻ, തുല്യ രീതിയിൽ കാണാനും തുല്യ രീതിയിൽ വികസനം മുന്നോട്ട് വെക്കാനും കഴിയണം. അതാണ് ഭരണകൂടത്തിൻ്റെ ശക്തി. നിശ്ചിത നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുകയും മറ്റു പല കാര്യങ്ങളിൽ ദൗർബല്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിനും ഭൂഷണമായിരിക്കില്ല.